കുറേ ദിവസത്തിന് ശേഷം ഉണ്ടല്ലോ നല്ല മഴയില്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞ സമയത്ത് ഞാനിതേണ്ട നമ്മുടെ പീക്കിരി കുഞ്ഞന്മാരെയായിട്ട് വെളിയിൽ ഇറങ്ങിയിരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അത് നോക്കി ഒരു മക്കാവിൻ്റെ കുഞ്ഞുണ്ട്, കുറച്ച് സണ്ണിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. മഴയായതുകൊണ്ട് ഇവന്മാരെ ഞാൻ ബ്രൂഡറിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഫുൾ ടൈം. അപ്പോൾ ഫീഡും ചെയ്യാം, കുറച്ച് നേരം ഇവന്മാരുടെ കൂടെ ഇവിടെ വെളിയിൽ ഇരിക്കാം എന്ന് കരുതി എടുത്തിട്ട് വന്നതാണ്. വേണ്ട, അപ്പോൾ ഇവന്മാർക്ക് ഞാൻ ഫീഡ് ചെയ്യുകയാണ് കേട്ടോ. ഈ കുഞ്ഞൊരു 60 മില്ലി വരെ ഒരു സമയത്ത് നമുക്ക് ഇവന് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 60 ml വരെ. അപ്പോൾ ഞാൻ 2 രീതിയിലും ഹാൻഡ് ഫീഡ് ചെയ്യും. ക്രോപ്പ് ഇട്ടും ഫീഡ് ചെയ്യും, ക്രോപ്പ് ഇല്ലാതെ ഫീഡ് ചെയ്യും. പക്ഷേ ക്രോപ്പ് ഫീഡിങ്ങിൽ എനിക്ക് തോന്നുന്നത് ക്രോപ്പ് ഫീഡിങ് ആണെങ്കിൽ കുറച്ചും കൂടെ അവർ ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ക്രോപ്പ് ഫീഡ് ചെയ്യുന്നത്. ഇതുണ്ട് ഓർത്തും വന്ന് ഒളിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരാളെനിക്ക് കാവലുണ്ട് കേട്ടോ എപ്പോഴും. നിങ്ങൾ കണ്ടായിരുന്നോ? നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുമണി. അവൾ എപ്പോൾ നോക്കിയാലും ഞാൻ കിളിക്കുഞ്ഞുങ്ങളായിട്ട് വെളിയിൽ വന്നിരിക്കും. ഇതുവരെ ഒന്നിനും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ആൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇങ്ങനെ നോട്ടം ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണോ അതോ നമ്മളോട് കമ്പനി കൊണ്ട് വന്നിരിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ആൾ ഫീഡ് വാങ്ങുകയാണ്. അപ്പം ഫീഡിന് എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഫീഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പുതിയ തത്വവിശേഷങ്ങൾ. അപ്പോൾ എൻ്റെയും കുഞ്ഞുമണിയുടെ വക എല്ലാവർക്കും ടാറ്റ ബേബി, സീ യു.